ഗൈസ് വെൽക്കം ബാക്ക് ടു മെഹനു ചാനൽ. അപ്പോൾ ഞാൻ എറണാകുളത്താണ് ഇപ്പം. എറണാകുളത്ത് എന്തിനാന്ന് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റേ ചെയ്യണത് എറണാകുളത്ത് എന്തിനാണ് സ്റ്റേ ചെയ്യണമെന്ന് വെച്ചാൽ കുട്ടിയുടെ ബർത്ത്ഡേ ആണ് 2-ാം തീയതി. അപ്പോൾ കുട്ടിയുടെ ജസ്റ്റ് ബർത്ത്ഡേ ഒന്ന് ആഘോഷിക്കാൻ, അതായത് വെൽങ്ങനൊന്നുമില്ല, കാരണം ഓൾറെഡി സഫ പ്ലാൻ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെന്തായാലും ഞാൻ പങ്കെടുക്കണില്ല. എന്താന്ന് വെച്ചാൽ നീ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഓക്കെ വാ. സഫാൻ്റെ ആ ഒരു പാർട്ടിക്ക് ഞാൻ പങ്കെടുക്കാൻ ഇതില്ല. അപ്പോൾ ഞാൻ വിചാരിക്കണം എന്താ വെച്ചാൽ കുട്ടീനെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊരു ചെറിയൊരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ എത്തിയിട്ട്, അല്ലേ? എങ്ങനെയാ പ്ലാന്? എന്തെങ്കിലും ഉണ്ടോ? കുട്ടിയായിട്ട് കേക്ക് കട്ട് ചെയ്യണം, അവരെ ഹാപ്പി ആയിട്ട് വെക്കണം, ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കണം. അങ്ങനെയുള്ള ഒരു ചെറിയ പ്ലാനിങ് ഉണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മൾ 2-3 പേര് മാത്രമേ ഉണ്ടാവുള്ളൂ ഫ്രണ്ട്സായിട്ട്. അപ്പോൾ ഇവളെ ചെക്കനും ഒക്കെ ഉണ്ടാവും. എന്തേ ഓനുണ്ട് നാളെ? നിനക്കത് സർപ്രൈസ്. ഫസ്റ്റ് അവൾ കേക്ക് കട്ടണമെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ രാവിലെ ആണ് പ്ലാൻ ചെയ്തേക്കണത്. രാവിലെ കുട്ടീനൊന്ന് കുറച്ച് സമയത്തേക്ക് വിട്ടു തന്നില്ലെങ്കിൽ നമുക്ക് കുറച്ച് പരിപാടി ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അവൾ പരിപാടി ഈവനിങ് ആണ് വരുന്നത്. അപ്പോൾ സഫ ഇപ്പോൾ പറഞ്ഞേക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഫസ്റ്റ് കേക്ക് കട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കണേ. സോ അന്ന് നൈറ്റ് പരിപാടി നടക്കില്ലോ എന്നറിയില്ല. അവളെ പരിപാടി നമ്മൾ പിന്നെ വിട്ടുകൊടുത്ത്, വാശി പിടിക്കുന്ന മോശമല്ലേ. അവളെ ആഗ്രഹം അവൾ നിറവേറ്റിട്ട് ഫസ്റ്റ് അവൾ കേക്ക് കട്ട് ചെയ്യട്ടെ. അവളെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. സോ അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് പോകാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ ഒരു പരിപാടിക്ക് പങ്കെടുക്കാത്തത്. അപ്പോൾ എന്തായാലും ഞാൻ കുട്ടിയുടെ കൂടെ സെപ്പറേറ്റ് ആയിട്ട് ചെറിയൊരു പരിപാടി, വലിയ ആർഭാടത്തിലൊന്നും പരിപാടി ചെയ്യണില്ല, ചെറുതായിട്ടാണ് ഇൻഷാ അല്ലാ. അപ്പോൾ എന്തായാലും നാളത്തെ പരിപാടി നമുക്ക് എങ്ങനെ നോക്കാം. അല്ലെങ്കിൽ ചില സമയം നാളെ പറ്റിയില്ലെങ്കിൽ മറ്റന്നാളായിട്ട് എന്തെങ്കിലും ചെയ്യാം ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മൾ ഇന്ന് വെറുതെ ലുലു അടിച്ച് പൊളിക്കാൻ പോവാണ്. നമ്മൾ കുറച്ച് ഫ്രണ്ട്സെല്ലാം എത്തിയിട്ട് ലുലു പോവും. പിന്നെ അങ്ങനെ കുറച്ച് പരിപാടിക്കൊക്കെ പോകണം. പിന്നെ സിനിമക്ക് പോയാലോ? അപ്പോൾ അവരൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സിനിമക്കാറ്റും കയറി പോകണം ഇൻഷാ അല്ലാ. അപ്പോൾ എന്തായാലും നമുക്കിനി ബാക്കിയുള്ള വിശേഷങ്ങൾ നാളെ നമുക്ക് അറിയിക്കാം. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ്. അടിച്ചു പൊളിച്ച് ജീവിക്കുക, ഹാപ്പി ആയി നിൽക്കുക. ഓക്കെ. പിന്നെ ഞാനിപ്പോൾ വന്നേക്കണം എന്താ അറിയോ, കുറേ പേര് കഴിഞ്ഞ ഞാനും നൗഫിയും എത്തിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഇത് രണ്ടുപേരും എൻ്റെ ലവറാക്കി. എല്ലാവരും പറഞ്ഞത് എൻ്റെ ലവറാണെന്ന്. എന്തെന്നാ ഇത് വെള്ളരിക്കാൻ പറ്റണോ ഗൈസ്? അതുകൊണ്ട് ആ ഒരു ക്ലാരിഫിക്കേഷൻ തരാനാണ് വന്നത്. ലവറൊന്നുമല്ല. അതേപോലെ തന്നെ ഇവർ രണ്ടാൾക്കും ചെക്കന്മാരുണ്ട്. അവരോടുള്ള ചെക്കന്മാരോട് പെർമിഷൻ ചോദിച്ചിട്ട് അവർക്ക് 24 hours എൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ അപ്ഡേറ്റ് കറക്റ്റ് ഞാൻ തന്നെ കൊടുത്തിട്ട് ആണ് വരുന്നത്. നല്ല ഫ്രണ്ട്സാണ്. ചില ആളെ കണ്ണിൽ വേറെ രീതിയിൽ കാണുന്ന കുറേ അവരുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഗ്യാപ്പ് ഇട്ടത് ബാക്കിയുള്ള കൂട്ടിച്ചേർത്തു. ഞാൻ ഇപ്പം മാളിലായതുകൊണ്ടൊന്നും പറയണില്ല. അപ്പോൾ എന്തായാലും ഇങ്ങനെ അനാവശ്യ ചിന്തകൾ കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാനിതുവരെ അങ്ങനെ ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുത്തിട്ട് ജീവിച്ചിട്ടൊന്നുമില്ല. എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വൈഫ് ആണ് എല്ലാം എന്ന രീതിയിലാണ് ഞാൻ ജീവിച്ചത് ഇത്ര കാലം. ഫ്രണ്ട്ഷിപ്പോ അങ്ങനെ ഒരാളായിട്ടൊരു അധികം കോണ്ടാക്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഒരു കോണ്ടാക്റ്റും വെക്കാറുണ്ടായില്ല. ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും എല്ലാം ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊണ്ടുനടക്കുന്നത് വൈഫിനെ മാത്രമാണ്. പക്ഷെ ഇപ്പം അങ്ങനെ കൊണ്ടുനടക്കുന്നത് ഒക്കെ ഒരു ഇതാണെന്ന് മനസ്സിലായി. അതിനെക്കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ എന്തായാലും ഇപ്പം ഫ്രണ്ട്സിൻ്റെ കൂടെ ചില്ലാക്കി നടക്കാതെ തന്നെ എന്തെന്നത് 42 വല്യ കാണുന്നുണ്ട്. എത്ര വല്ല എനിക്കുള്ളത്? 100-150 ഉണ്ടാവും. ഏതാ വാങ്ങിക്കണേ? നിനക്കോ? ടെൻഡറില്ലേ? ടെൻഡർ നമുക്ക് അറിയാം. രണ്ടും ഒരേപോലത്തെ വാങ്ങിക്കോ. ഒരേപോലത്തെ വാങ്ങിക്കോ.
അങ്ങനെ നമ്മള് ലുലുവിൽ കയറി, അതിന് ശേഷം കുറേ പരിപാടികൾ മൂവിക്ക് ഉണ്ടായിരുന്നു. പോയി, ആ മൂവി കയറി, പിന്നെ അതേപോലെ തന്നെ അൽബേക്ക് ട്രൈ ചെയ്തു. അങ്ങനെ കുറേ ഐസ്ക്രീം ട്രൈ ചെയ്ത്, പിന്നെ വേറെന്താ ഓരോന്ന് വെറൈറ്റി നമ്മളിതുവരെ ടെസ്റ്റ് ചെയ്യാത്ത എല്ലാം ടെസ്റ്റ് ചെയ്തു. പിന്നെ ഹൈപ്പർ മാർക്കറ്റിൽ കയറി, അവിടുന്ന് കുറേ ടെസ്റ്റ് ചെയ്ത് വയ്യ, ഗ്യാസൊക്കെ കയറി ആകെ പ്രാന്തായി. സിനിമ കയറി ഒരാളിവിടെ എൻ്റെ ഞാൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് മേക്കപ്പ് കുട്ടിയെല്ലാം ഇട്ടിട്ട് അറ്റാക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതെ, അപ്പോൾ അങ്ങനെ കുറേ ഇന്നത്തെ വിശേഷം നമ്മൾ അടിച്ചു പൊളിച്ച്. പിന്നെ വൈകുന്നേരം ആ ഫ്രണ്ട് വന്നില്ല, അപ്പോൾ അതുകൊണ്ട് കുറേ പോസ്റ്റ് എന്നല്ല, നമ്മപ്പാട് സിനിമ കയറിയല്ലേ. സിനിമ കയറിയപ്പോൾ ദൃശ്യം 3 കണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് കുറേ എന്താ പറയുക, കുറേ ഇടയ്ക്കൊരു ഇത് വന്ന്. കാരണം എൻ്റെ ലൈഫിലും ഇല്ലാത്ത കഥകൾ അതിൽ പിന്നെ ഉള്ളത്, എന്നാലും ഇല്ലാത്ത കഥകൾ എന്നെ ഇങ്ങനെ ഓരോരുത്തനെ കുറേ കുടിക്കിയതുകൊണ്ട് അതൊക്കെ ഒരു ഇങ്ങനെ അനുഭവമായിട്ട് ഇങ്ങനെ ഓർത്തിയാണ്. കുറേ പാർട്ടി ബേസിലും മുകളിൽ വിളിച്ചു പറഞ്ഞിട്ടും അങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ഒരു മനസ്സാവാച അറിയാത്ത എന്നെ കുറേ ഇതാക്കിയിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ. കുറേ പാർട്ടി ബേസിലൊക്കെ ഒരുപാട് ആൾക്കാർ എന്നെ വെറുതെ തെറ്റിദ്ധരിപ്പിച്ച്, പാർട്ടിക്കാരും പല ആൾക്കാരും ചേർന്ന് ഒരു തെറ്റും ചെയ്യാത്ത തന്നെ പല രീതിയിലും കുറ്റവാളിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാം മേലായറപ്പ് പഠിച്ചോനുണ്ട്, പഠിച്ചോൻ കാണുന്നുണ്ട്. എല്ലാവർക്കും തിരിച്ച് പഠിച്ചോൻ തന്നെ പണി കൊടുത്തിട്ടുമുണ്ട്. ഞാനൊന്നും ചെയ്യാൻ നിന്നിട്ടില്ല. ഞാൻ എൻ്റെ ഭാഗം ഒന്നും ഒന്നും സംസാരിക്കാനോ ഒന്നിനും ഞാൻ നിന്നില്ല. അപ്പോൾ തന്നെ എല്ലാം പഠിച്ചോൻ തന്നെ എല്ലാം തിരിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മാഷാ അല്ലാ, ഇന്ന് നമ്മൾ ഇന്നത്തെ ഡേ പൊളിച്ചടുക്കി. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.